ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് പ്രിയപ്പെട്ടവരോടുമൊപ്പം നമ്മൾ പ്രൈവസിയിൽ സ്റ്റേ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലേ. അപ്പം നമ്മളെ കക്കാടംപൊയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കേട്ടോ. വിൻ്റർഫെൽസ് റിസോർട്ട്. വിൻ്റർഫെൽസിൽ നിങ്ങൾ എൻ്റെ വീഡിയോ മുൻപ് കണ്ടിട്ടുണ്ടാവും എൻ്റെ യൂട്യൂബ് ചാനൽ വഴി. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും നമ്മളൊരു വിൻ്റർഫെൽസ് റിസോർട്ടിൻ്റെ ഒരു കിഡിലൻ റിവ്യൂമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കക്കാടംപൊയിലിലെ ഈ ഒരു ഭാഗത്തായിട്ട് 2-3 പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ വഴി നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിൻ്റർഫെൽസിൽ ഇതുവരെ സ്റ്റേ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്താലുള്ള ഒരു കിഡിലൻ വ്യൂ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഇവിടുത്തെ ഏറ്റവും ഒരു വലിയൊരു ഹൈലൈറ്റാണ് നമ്മൾ ഈ കാണുന്ന മൗണ്ടെയിൻ വ്യൂ. അപ്പോൾ അതിൻ്റെ ഒരു സൺസെറ്റിൻ്റെ വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോഗൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഫോഗ് ഉണ്ട് ഇപ്പോൾ. പിന്നെ ആ ചീകീടിൻ്റെ സൗണ്ടും ആ മലയോര പ്രദേശങ്ങളും ഇവിടുത്തെ ക്ലൈമറ്റും ഇതാണ് കക്കാടംപൊയിലിനെ ഏറ്റവും മികച്ച ഒരു പ്ലേസാക്കി മാറ്റുന്നത്. അപ്പോൾ നമുക്കിന്ന് വിൻ്റർഫെൽസ് ഈ ഒരു പ്രൈവറ്റ് റിസോർട്ടിൻ്റെ നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസും ഒക്കെയാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ വിൻ്റർഫെൽസ് റിസോർട്ടിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ ഒരു പൂളും ആ പൂളിൻ്റെ ചുറ്റുപാടുമുള്ള വ്യൂ കാര്യങ്ങളൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് ഒരു പ്രൈവറ്റായിട്ട് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് അങ്ങ് ഓവർ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പ്രൈവസിയിൽ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ പ്രോപ്പർട്ടിയാണ് നമ്മുടെ വിൻ്റർഫെൽ റിസോർട്ട്. അപ്പോൾ കക്കാടംപൊയിലിലെ ഏറ്റവും നല്ലൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇത്. അപ്പോൾ നമുക്കിന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ രാത്രിക്കുള്ള വൈബും പൂളൊന്നും നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മുൻപ് ഇവിടെ വന്നിട്ട് അതിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ രാത്രി സ്റ്റേ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് ആ സൺസെറ്റ് കണ്ടോ, ചുറ്റുപാടും ആ മേഘങ്ങളൊക്കെ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ചുറ്റുമുള്ള ആ ഒരു കിളികളുടെ ഒച്ചയും ആ ഫോഗിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് കക്കാടംപൊയിൽ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി എന്തായാലും ബാക്കിയുള്ള രാത്രിയിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇവിടെ ടോട്ടലി 3 ബെഡ്റൂംസ് ആണ് വരുന്നത് കേട്ടോ. 3 ബെഡ്റൂംസ് വിത്ത് കിച്ചൺ സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ ബാൽക്കണി, ഇൻഫിനിറ്റി പൂളോട് കൂടിയിട്ടുള്ള ഒരു കിഡിലൻ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മളിത് ബെഡ്റൂമിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇനി ബെഡ്റൂമിലേക്ക് പോവാം. ഇപ്പോൾ ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേസിൽ നല്ല ഫാമിലി ബെഡ്റൂംസ് ആണ്, AC റൂംസ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പൂളിൻ്റെ വ്യൂ നമുക്ക് ഈ റൂമിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് പൂളിലേക്ക് ഇറങ്ങാൻ പറ്റും. കണ്ടല്ലോ, അടിപൊളി വ്യൂ ആണ്. ഡയറക്റ്റ് നമുക്ക് പൂളിലേക്ക് ഇറങ്ങാം. കണ്ടല്ലോ, പൂളിൻ്റെ ഒരു വ്യൂ ആണ് കാണുന്നത്. ആ സൺസെറ്റൊക്കെ നമുക്ക് ഇവിടുന്ന് റൂമിൽ നിന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റും. അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ. നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ബാത്റൂംസ് ആണ്, നീറ്റാണ് ബാത്റൂമൊക്കെ. ഹീറ്ററൊക്കെ ഉണ്ട് ബാത്റൂമിനകത്ത്. അത്യാവശ്യം നല്ല സൗകര്യം ഉള്ള ഒരു ബാത്റൂം തന്നെയാണ്. അപ്പോൾ നമ്മൾ ബെഡ്റൂം കണ്ടു. ഇതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് പേർക്ക് ഇരിക്കാനുള്ള ലിവിങ് സ്പേസും അതുപോലെ തന്നെ കിച്ചൺ ഫെസിലിറ്റിയൊക്കെ ഈ വില്ലയിൽ തന്നെ വരുന്നുണ്ട്.
ആ രാത്രി നല്ല തണുപ്പുണ്ട്. വെള്ളം ഇവിടെ മഴയൊന്നുമില്ല. ഇന്ന് നല്ല ഒരു ക്ലൈമറ്റ് ആണ്, പൊതുവെ മഴയില്ല ഇന്ന്. അതുകൊണ്ടാണ് തോന്നുന്നത് മൊത്തത്തിൽ ഫോഗൊക്കെ കുറവാണ്. പൂള് നല്ല അടിപൊളി ഒരു എന്താ പറയുക വ്യൂ, ഒരു കിടിലൻ വ്യൂ ആണ് പൂളിൻ്റെ. ഭയങ്കര തണുപ്പ് കേട്ടോ, വെള്ളത്തിൽ ഭയങ്കര തണുപ്പാണ്, രക്ഷയില്ലാണ്. കുറച്ച് ലൈറ്റായി പൂൾ ഇറങ്ങാനായിട്ട്. പിന്നെ കൂടെയുള്ള ആൾ ഇറങ്ങിയിട്ടില്ല പൂളിൽ, കാരണം തണുപ്പ് കാരണം മൂപ്പര് മാറി നിൽക്കുകയാണ്. കണ്ടല്ലോ ഇതാ അവിടെ കണ്ടോ മാറി. ഇവിടെ എൻ്റെ മൂടാനുള്ള വെള്ളം ഉണ്ട് കേട്ടോ. വെള്ളം കുടിക്കുക. ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ മുകളിലെ ബെഡ്റൂമിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 ബെഡ്റൂമാണ് വരുന്നത് അല്ലക. 3 ബെഡ്റൂം ഉണ്ട്. പിന്നെ ഒരു ഏകദേശം ഒരു 10 പേർക്ക് കിടക്കുവാനുള്ള സൗകര്യത്തിലുള്ള ഡോർമെറ്ററി സെറ്റപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടീൻ്റെ പ്രത്യേകത, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമ്മളിപ്പോൾ ഒരു ഫാമിലി, ഗ്രൂപ്പ് ഓഫ് ഫാമിലി, ഒരു 15, 20, 25 മെമ്പേഴ്സൊക്കെ നമ്മളൊരു ഫാമിലി ഗെറ്റ് ടുഗദറോ അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ടൊന്ന് എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ചെറിയ ചെറിയ കിഡ്സ് പാർക്ക് വരുന്നുണ്ട്. നമുക്ക് രാത്രിയിലാണെങ്കിൽ ഗ്രില്ല് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ പൂള് നമ്മൾ നേരത്തെ കണ്ടു. പിന്നെ കിച്ചൺ സൗകര്യം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതല്ലെങ്കിൽ ഇവിടെ രാത്രിയിൽ ഫുഡൊക്കെ, ഞങ്ങൾ ഇന്നലെ ഇവിടുന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് അവർ മെനു കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തന്ന് ഞങ്ങളത് ഫുഡ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തപ്പോൾ നമുക്കിവിടെ ഈ റിസോർട്ടിൽ അവർ എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് വലിയ കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരു നല്ല ഫുഡ് എന്നൊന്നും പറയാൻ സാധിച്ചില്ല. ഞങ്ങൾ റെസ്റ്റോറൻറ്റ് മെനു ആണ് ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഹോംലി ഫുഡ് ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കിച്ചണിൽ എല്ലാവിധ സൗകര്യവും ഉണ്ട് കേട്ടോ. കിച്ചൺ സൗകര്യമൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രോപ്പർട്ടിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. മെയിൻലി നമ്മൾ ഈ കാണുന്ന ആ ഒരു മലയോര പ്രദേശങ്ങളും ഇവിടുത്തെ കോടയും അതുപോലെ തന്നെ ഈ പൂളിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെയാണ് ഈ റിസോർട്ടിൻ്റെ ഈ ഒരു പ്രദേശത്തെ ഏറ്റവും മികച്ചതാക്കുന്നത്. കക്കാടംപൊയിൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മലയോര മേഖലയാണ്. ഇവിടുത്തെ മലയോര കർഷകരുടെ കാഴ്ചകളും ഒരുപാട് വാട്ടർഫാൾസുകൾ ഈ റിസോർട്ടിൻ്റെ പരിസരത്തായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കുരിശുമലയിലേക്ക് നിങ്ങൾക്ക് ട്രെക്കിങ് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കുരിശുമലയുടെ ആ ഒരു വ്യൂ ഒക്കെ വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ടൈമിംഗ് കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ നമുക്കിവിടെ ഫോഗൊക്കെ ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചിട്ടാണ് രാവിലെ നേരത്തെ അലാറം വെച്ച് ഞങ്ങൾ 2 ആൾ എണ്ണീറ്റത്. പക്ഷേ ഫോഗ് ഇങ്ങനെ മുകളിലേക്ക് അങ്ങ് വല്ലാണ്ട് അങ്ങ് പൊങ്ങി വന്നിട്ടില്ല.
ചെറിയ രീതിയിൽ ഇങ്ങനെ ഫോഗ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. രാവിലെ എണീറ്റപ്പോഴത്തേക്കും നല്ല തണുപ്പായിരുന്നു ഇവിടെ, നല്ല തണുപ്പായിരുന്നു. രാത്രിയിൽ ഞാൻ പൂളിൽ ഇറങ്ങിയതും അതേപടി അങ്ങ് പോന്നു അവിടുന്ന്, കാരണം വെള്ളമൊക്കെ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബാൽക്കണി, മുകളിലെ ബാൽക്കണി വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് രാത്രിയിലൊക്കെ ഇവിടെ കുറേ പേർക്ക് ഇരിക്കാൻ പറ്റും. ഈ ഗ്ലാസ് ഡോർ ഇങ്ങ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ വരിക ഈ ഒരു ബാൽക്കണിയിലേക്കാണ്. നമുക്കിത് മുകളിൽ നിന്ന് തന്നെ പൂളിൻ്റെ വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വിൻ്റർഫെൽസ് എന്ന റിസോർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്. ഓൾറെഡി ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി ഫാമിലീസും ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നൊക്കെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അവർ നമ്മളെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എഗെയിൻ ഇവിടുത്തെ സ്റ്റേ ഒക്കെ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വീണ്ടും ഈ ഒരു റിസോർട്ടിൽ എത്തിയിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലായിട്ട് 2-3 ചെറിയ പ്രൈവറ്റ് പ്രോപ്പർട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഫസ്റ്റ് കാണുന്നതാണ് ഈ ഒരു വിൻ്റർഫെൽ റിസോർട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്നൊക്കെ, അതല്ലെങ്കിൽ ഫാമിലി ഒരു 15-25 മെമ്പേഴ്സൊക്കെ ആയിട്ട് ഫാമിലിയോടൊപ്പം ഇവിടെ വരാൻ പറ്റുന്ന നല്ലൊരു ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സർവീസൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. കുഴപ്പമില്ലാത്തൊരു സർവീസും സ്റ്റേ ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇപ്പോൾ ഇനി പെരുന്നാളൊക്കെ വരാൻ പോവുകയാണ്, നിങ്ങളുടെ വെക്കേഷൻ സമയത്തും അല്ല വീക്കെൻഡ് സമയത്തൊക്കെ നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് സ്റ്റേ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു നല്ല പ്രോപ്പർട്ടി തന്നെയാണ് നമ്മുടെ വിൻ്റർഫെൽസ് റിസോർട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. വിൻ്റർഫെൽസിൽ വന്ന് സ്റ്റേ ചെയ്തിട്ട് ഒരുപാട് പേര് പോയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ സ്റ്റേ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഫീഡ്ബാക്ക് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ രാവിലത്തെ മോർണിംഗിലെ ആ ഒരു ഫ്രണ്ടിലത്തെ കിഡ്സ് പാർക്കൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇന്നലെ രാത്രിയിൽ ചെറിയ പൊടി മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ക്യാമ്പ് ഫയറും നമുക്ക് ബാർബിക്യൂ ചെയ്യാനുള്ള സൗകര്യമൊക്കെ നമ്മൾ എടുത്തില്ല. കാരണം മഴ ഉള്ളപ്പം പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് അവിടെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചതാണ്. പിന്നെ മെയിനായിട്ട് നമുക്ക് ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റാണ് ഈ ഒരു കക്കാടംപൊയിലെ ഏറ്റവും ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ഇവിടുത്തെ വ്യൂ ആസ്വദിക്കുകയാണോ? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. നമുക്കിന്ന് രാവിലെ ഇവിടെ കണ്ടോ, ഇങ്ങനെ ഫോഗ് ഇങ്ങനെ ഇറങ്ങി വരുന്നത്, അവിടുന്ന് ഫോഗ് മേലേക്ക് കയറി വരുന്നത്. കക്കാടംപൊയിൽ ഇടയ്ക്ക് വന്നു പോകുന്ന ആളാണ് ഞാൻ. ഇടയ്ക്ക് വരാറുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടോ മുൻപ്? ഇല്ല, ഇവിടെ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈം. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഒരു ഫീഡ്ബാക്ക്? നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. പിന്നെ എല്ലാം കൺസ്ട്രക്ഷൻ ആവട്ടെ, ഈ ഒരു വ്യൂ ആവട്ടെ, എല്ലാം ഒരു നല്ല ഒരു പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു വ്യൂ ആണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പൂളിൻ്റെ ഒരു ഇൻഫിനിറ്റി വ്യൂ ഒരു രക്ഷയില്ല. നമുക്ക് മലേൻ്റെ ഫുൾ സൗന്ദര്യം, താഴ്വാരവും എല്ലാം മൊത്തത്തിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു വ്യൂ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഒരു ക്ലൈമറ്റ്. അതെ, ക്ലൈമറ്റ്. ഇന്നലെ നമ്മൾ ഞാൻ AC ഇട്ടിട്ടില്ല. നല്ല ഉറങ്ങി. എനിക്ക് തോന്നുന്നു മെയിൻ ആയിട്ട് ഇതൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ ആയിട്ട് നടത്താൻ വേണ്ടിയിട്ട് പ്രോപ്പർട്ടി ഉപയോഗിക്കുക. ഇത് ഇവര് വളരെ നല്ല കെയറിങ്ങിലാണ് ഈ പ്രോപ്പർട്ടി കൊണ്ടുനടക്കുന്നത്. നല്ല ടൈഡി ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതെ, നല്ലപോലെ ബാൽക്കണി സ്പേസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ 10-30 ആൾക്കാർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്റ്റേ ചെയ്യാം. ഇവിടെ 30 പേരൊക്കെ വന്ന് പോവാറുണ്ട്. 30-35 പേരൊക്കെ ഇവിടെ വന്ന് പോയിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഈ ഒരു ലൈനിലായിട്ടൊരു 3-4 പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. അത് ഏറ്റവും ടോപ്പിൽ ഏറ്റവും ഫസ്റ്റിൽ നിൽക്കുന്നതാണ് ഈ ഒരു വിൻഡോ. ഇവിടുന്ന് അങ്ങോട്ട് 3 പ്രോപ്പർട്ടി വേറെ ഉണ്ട്. ഒരെണ്ണത്തെ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ. പിന്നെ വേണമെങ്കിൽ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു മല കയറി കഴിഞ്ഞാൽ കുരിശുമല, അങ്ങനെയൊക്കെ അറിയാലോ, കുരിശുമല കാണാൻ പറ്റും. അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ ഇവിടെ അങ്ങ് ഒരുപാട് ഇൻഡോർ ആക്ടിവിറ്റീസോ അതല്ലെങ്കിൽ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ട് ആരും വരരുത്. കാരണം ഇതൊരു വയനാട്ടിലൊക്കെ നിങ്ങൾ കാണുന്ന പോലത്തെ ഒരു വലിയ ഏക്കർ സ്ഥലത്ത് വലിയൊരു പ്രോപ്പർട്ടി അല്ല, ഇതൊരു കുഞ്ഞു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പക്ഷെ എന്നാലും അതിനൊരു പ്രോപ്പർട്ടിക്ക് ഒരു ബ്യൂട്ടി ഉണ്ട്. ഈ ലോങ്ങിനൊക്കെ വരുന്ന ആളുകൾ റിലാക്സ് ചെയ്യാൻ നോക്കുമ്പോൾ അവർ ആദ്യം ചോദിക്കുക എന്താണ്, പ്രൈവസി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നല്ല പ്രൈവസി ഉള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. ഫാമിലി ഓറിയന്റഡ് ആയിട്ട് പ്രൈവസിയിൽ വന്ന് തീർച്ചയായിട്ടും. ഇവിടെ മഴയൊന്നും ഇല്ലാത്ത ടൈമാണെങ്കിൽ രാത്രിയിൽ നല്ല ക്യാമ്പ് ഫയറും പാട്ടും മ്യൂസിക്കും. ഇന്നലെ നമുക്കൊന്നും പറ്റിയില്ല, നമ്മൾ ലേറ്റ് ആയി പോയി വരുമ്പോ. ഒരുപാട് ലൈറ്റ് ആയിട്ട് നമ്മളിങ്ങനെ മൊത്തത്തിൽ കവർ ചെയ്യണല്ലോ.
അപ്പോൾ പക്ഷെ ഇന്നലെ നമ്മൾ വന്നപ്പോഴത്തേക്കും നല്ല മനോഹരമായി. പക്ഷെ ആ ഒരു ഗോൾഡൻ ലൈറ്റ് വ്യൂ ഭയങ്കര സൂപ്പറായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് ഡ്രോണിലൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെ മൊത്തത്തിൽ വ്യൂ ഒക്കെ ഉണ്ട് അല്ലേ? വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നല്ല അടിപൊളി ഒരു ഇൻറ്റീരിയറും ഒക്കെയാണ് ഇവർ ഈ പ്രോപ്പർട്ടീൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ സൗകര്യമൊക്കെ ഉണ്ട്, നല്ല അത്യാവശ്യം പാർക്കിംഗ് ഉണ്ട്. റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതൊരു അവിടെ നമ്മളിങ്ങനെ ഏറ്റവും താഴെ വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു 100 മീറ്റർ ഒരു കയറ്റമാണ്. പക്ഷെ എന്നാലും വണ്ടിക്ക് ഇങ്ങോട്ട് കയറി പോരും. കുരിശുമലയിലേക്ക് കയറുന്ന ആ ഒരു റോഡാണിത്. ഇവിടെ ഈ ലൈനിൽ തന്നെ ഒരു 3-4 പ്രൈവറ്റ് പ്രോപ്പർട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ ഈ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള ചെറിയ പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഇവിടെ ശരിക്കും 3 ബെഡ്റൂം വിത്ത് ഡോർമെറ്ററി ആണ് വരുന്നത്. ഒരു 25-30 മെമ്പേഴ്സൊക്കെ ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന അത്രയും സൗകര്യമുണ്ട്. ബാൽക്കണി, ലിവിങ് സ്പേസ് ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഒരുപാട് അങ്ങ് നിങ്ങൾ ഇൻഡോർ ആക്ടിവിറ്റീസോ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് വരരുത്. ഇത് സിമ്പിളായിട്ട് നമുക്ക് വന്ന് നിന്ന് ഇവിടുത്തെ ക്ലൈമറ്റും ഒക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ ഇന്നലത്തെ ഡിന്നർ ഞങ്ങൾക്ക് വലിയൊരു കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇത് ഫുഡ് ഇവിടെ നിന്നല്ല, റിസോർട്ടിൽ നിന്നല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ റെസ്റ്റോറൻറ്റ് വഴി ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡായിരുന്നു. പക്ഷേ ഫുഡ് ഞങ്ങൾ ശരിക്കും നിരാശരാക്കി. ഞങ്ങളിത് ഗീ റൈസും അൽഫാമൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഫുഡ് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും പോയിട്ട് ഫുഡൊക്കെ കഴിക്കാറുള്ളത് കൊണ്ടായിരിക്കാം എന്തോ ഫുഡ് ഞങ്ങൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ബാക്കിയുള്ള ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവർ കോംപ്ലിമെൻ്ററി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ പാക്കേജിലും ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവർ കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഫുഡ് നമ്മൾ അഡീഷണലി ഓർഡർ ചെയ്യണം. അത് നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ കിച്ചൺ ഉണ്ട്. നമ്മൾ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിച്ചണിൽ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഹോംലി ഫുഡുണ്ട്. സ്ഥിരമായിട്ട് ഹോംലി ഫുഡും ഇവിടെ ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് 2-3 ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ ചൂസ് ചെയ്ത റെസ്റ്റോറൻറ്റിൻ്റെ കുഴപ്പമാണ് അറിയത്തില്ല. ഫുഡ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നെയ്ച്ചോറൊക്കെ ഭയങ്കര ഡ്രൈ ആയിരുന്നു. കറിയൊന്നും ഒരു ഗുണമായിട്ട് ഒരു ക്വാളിറ്റി ആയിട്ട് ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ എനിവേ ഇന്നലെ ഞങ്ങൾ നല്ലപോലെ ഉറങ്ങി കേട്ടോ. എ സി ഒക്കെ ആദ്യം നമ്മൾ ഓണാക്കിയെങ്കിലും പിന്നെ പോയിട്ട് എ സി ഒക്കെ ഞങ്ങൾ ഓഫാക്കി കിടന്നു. രാവിലെ എണീറ്റത് പോലും അറിഞ്ഞില്ല, അലാറം അടിച്ചത് പോലും അറിഞ്ഞില്ല. അത്രയ്ക്കും ആ ഒരു ഇവിടുത്തെ തണുപ്പിൽ അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കിഡ്സ് പാർക്കൊക്കെ ഇപ്പം പുതുതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ താഴത്ത്. എന്തായാലും അടിപൊളിയാണ്. നമ്മൾ എന്താ പറയുക, കക്കാടംപൊയിൽ വിൻ്റർഫെൽസ് റിസോർട്ടിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് ഇവിടുത്തെ സ്റ്റേ കുറിച്ചിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റേ തന്നെ ആയിരുന്നു കേട്ടോ. ക്ലൈമറ്റും കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ശരിക്കും ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ വിൻ്റർഫെൽസിൻ്റെ നിങ്ങൾക്ക് ഇവിടുത്തെ ബുക്കിങ്ങിനും മറ്റുള്ള എൻക്വയറീസിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോയുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ റേറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ ബുക്കിങ്ങിനൊക്കെ ആ നമ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും വിൻ്റർഫെൽസ് റിസോർട്ടിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട. ഇവിടെ ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ട് വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ കാണുന്ന ആളുകൾ. അപ്പോൾ നമുക്ക് ഇനിയും കാണാം ഒരുപാട് നല്ല ഇതുപോലുള്ള അടിപൊളി യാത്രകളുമായിട്ട്. ഞാൻ നിങ്ങളുടെ സ്വന്തം സൈദു, ബഡ്ജറ്റ് ട്രാവൽ ആൻഡ് ഫുഡ് ബൈ സൈദു.
പോട്ടെ 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 പോട്ടെ